السلام عليكم ورحمة الله وبركاته. الحمد لله ذي الجلال والإكرام جعل شعبان شهر غفو وغفران، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن نبينا محمدا عبد الله ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് കഴിവിൻ്റെ പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ഈ ഉപദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ശ്രേഷ്ഠമായ ഒരുപാട് മഹത്വം നിറയുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാൻ മാസം. ഒരുപാട് ആളുകൾ ആ ഒരു മാസത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, യഗ്ഫലുൻ നാസു അൻഹു. ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അശ്രദ്ധയിലാണ്. അന്നാസു എന്ന് പറയുമ്പോൾ അതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചാണ് തിരുനബിയുടെ സംസാരം. ബൈന റജബിൻ വ റമളാൻ. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ വരുന്ന ഒരു മാസക്കാലം. റജബ് പവിത്രമായ മാസമാണ്, അതുകൊണ്ടൊരു സൂക്ഷ്മത ഉണ്ടായിരുന്നു. പവിത്രമാക്കപ്പെട്ട മാസമാണല്ലോ എന്നുള്ള ചിന്തയും ആലോചനകളും ഉണ്ടായിരുന്നു. വരാനിരിക്കുന്നത് റമളാനാണ്. എല്ലാ നിലക്കും മാനസികമായും ശാരീരികമായും ഞാൻ റമളാനിന് വേണ്ടി ഒരുക്കമാണ് എന്നുള്ള ചിന്തകളിലാണ് മനുഷ്യർ. പക്ഷേ കടന്നു പോകുന്ന ഈ നാളുകളെ സംബന്ധിച്ച്, വർത്തമാനകാലത്തെ സംബന്ധിച്ച്, ഈ രാവുകളെയും ഈ പകലുകളെയും സംബന്ധിച്ച് കുറേ ആളുകൾ ആലോചിക്കാറില്ല. നമുക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കുവാനും കർമ്മങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമുള്ളതാക്കാനും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ചില ഉപദേശങ്ങളുണ്ട്. കാരണം നബിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ശഅബാനിൻ്റെ രാവും പകലും. ശഅബാൻ മാസത്തിലെ ദിവസങ്ങൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. നമ്മുടെ അമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറഞ്ഞു, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാസങ്ങളിൽ വെച്ച് നല്ല ഇഷ്ടമുള്ളൊരു മാസമായിരുന്നു ശഅബാൻ. അതുകൊണ്ട് തന്നെ യസൂമഹു ശഅബാൻ. ശഅബാൻ മാസത്തിലെ നോമ്പിനെ നബി വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നാൽ. എന്തിനാണ് നബി ശഅബാൻ മാസത്തിൽ ഇങ്ങനെ നോമ്പ് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന സഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിച്ചു, നബിയെ, റമളാൻ കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത് ശഅബാനിലായി ഞാൻ കാണുന്നു, എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. അള്ളാഹുവിലേക്ക് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ അരികിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം. ആ മാസത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. നോമ്പുകാരനായിരിക്കെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ കർമ്മങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് ലഭിക്കപ്പെടുന്ന ആദരവിനെയും എനിക്ക് ലഭിക്കപ്പെടുന്ന റഹ്മത്തിനെയും സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ്. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധി നമുക്ക് കൈവരിക്കാൻ സാധ്യമാക്കുന്ന ഒരു അമലാണ്. അതൊരു പരിചയമാണ്. ഒരാൾ ഒരു നോമ്പനുഷ്ഠിച്ചാൽ, അത് നിർബന്ധമാവട്ടെ, അത് സുന്നത്താവട്ടെ, ഒരാൾ ഒരു നോമ്പനുഷ്ഠിച്ചാൽ എന്താണ് അയാൾക്കുള്ള നേട്ടം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. 70 വർഷം വഴിദൂരത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുഖം നരകത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നാണ്. നരകത്തിലേക്ക് അള്ളാഹ് അടുപ്പിക്കൂല, ഒരു നോമ്പ് വറ്റാൽ മതി. അപ്പോൾ റമളാൻ മാസത്തിൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവൻ വിശുദ്ധനാൻ, ശ്രേഷ്ഠനാൻ. ആ റമളാനിന് വേണ്ടി നോമ്പിലൂടെ ഒരുങ്ങുന്നവന് അള്ളാഹു നൽകുന്ന ആദരവാണ്. ശഅബാൻ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പനുഷ്ഠിച്ചിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഒരു മാസം മുഴുവൻ റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചിരുന്നത് റമളാനിലായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി പിന്നെ നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടത് ശഅബാനിലായിരുന്നുവെന്നാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളെ പഠിപ്പിച്ചത്. നോമ്പിലൂടെ ശ്രദ്ധ നേടിയെടുക്കാൻ ഒരു ശ്രദ്ധ ഉണ്ടാവണം, ആലോചന ഉണ്ടാവണം, റബ്ബിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാകണം. നോമ്പ് മാത്രം പോരാ.
ഈ ദിവസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കർമ്മമുണ്ട്, ഖുർആൻ പാരായണമാണ്. ചില സലഫു സ്വാലിഹികളൊക്കെ ശഅബാൻ മാസത്തെ പരിചയപ്പെടുത്തിയത് ഷഹ്റുൽ ഖുറാ, ഖുർആൻ ഓതുന്നവരുടെ മാസമെന്നാണ്. ഖുർആൻ ഓതി പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഒരു മാസത്തിലേക്കുള്ള തയ്യാറെടുപ്പ്. ഖുർആൻ നന്നായി ഓതിക്കൊണ്ടിരിക്കണം ഈ ദിവസങ്ങളിൽ, ഈ ദിനരാത്രങ്ങളിലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴികളിൽ നിന്ന് നമുക്ക് കാണാനാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഖുർആൻ ഓതാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഖുർആൻ ഓതാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അയാൾക്ക് 10 ഇരട്ടി പ്രതിഫലമാണ് എന്നാണ്. റസൂലുള്ള പറഞ്ഞു നിർത്തിയില്ലല്ലോ, ആ ഹദീസിനെ റസൂലുള്ള തന്നെ വിശദീകരിച്ചു. ഞാൻ പറയൂല അലിഫ് ലാം മീം ഒരു ഹർഫാണ് എന്ന്. റസൂലുള്ള പറഞ്ഞു അലിഫ് ലാം മീം 3 ഹർഫുകളാണ്, 30 ഇരട്ടി പ്രതിഫലം ആ ഒറ്റ ആയത്തിൽ നിന്ന് 3 ഹർഫുകൾ ചേർന്ന ഒരു കലിമയിൽ നിന്ന് അയാൾക്ക് ലഭ്യമാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധ, മരിച്ച ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് ഈ വരികൾ കേട്ടിട്ടല്ലേ. പലപ്പോഴും നമ്മൾ റമദാൻ വരട്ടെ അപ്പോൾ ഓതാ എന്നുള്ള നിലക്കല്ല, റമദാനിലേക്കുള്ള ഒരുക്കം ഈ മാസങ്ങളിൽ തുടങ്ങണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു പ്രതിഫലം മാത്രമല്ലല്ലോ, റസൂലുള്ളാഹി ഇങ്ങനെ ഖുർആൻ ഓതാൻ എങ്ങനെയൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ഖുർആൻ ഓതുന്നവനെ നാളെ റബ്ബ് പരലോകത്ത് ആദരിക്കുന്ന രംഗം പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവനോട് നാളെ വിളിക്കപ്പെടുമത്രേ, നീ ഓതുക. എത്രയാണോ നീ ഓതുന്നത്, ഇഖ്റ വർത്തഖി, സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നീ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. നീ ഓതുന്ന ഓരോ ആയത്തിനും വതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തിനും ഓരോ നന്മയാണ് എന്നാണ്, ഓരോ പ്രതിഫലമാണ് എന്നാണ്, ഓരോ പദവികളാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. അതിന് മുസ്ഹഫുകളെ കൈകളിലെടുക്കുക, മുസ്ഹഫുകളെ നെഞ്ചോട് ചേർക്കുക, മുസ്ഹഫിലെ വരികളെ ഇഷ്ടപ്പെടുക, അതിലേക്ക് കണ്ണും നട്ട് അതിലേക്ക് കാതും ശ്രദ്ധയും കൊടുത്ത് ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഇസ്തിഗ്ഫാറാണ്. കാരണം പാപമോചനത്തിൻ്റെ മാസമാണ് വരാനുള്ളത് എന്ന് കരുതി ഈ മാസത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യരുത് എന്ന, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ഏത് സമയത്താൻ അള്ളാഹു നമ്മുടെ ഒരു അസ്തഗ്ഫിറുല്ലാഹ് സ്വീകരിക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അവർ രാവുകളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാ. റബ്ബെ പുറത്തുകൊണ്ടാ, റബ്ബെ മഗ്ഫിറത്ത് നൽകണേ, ഞാൻ ചെയ്തു പോയ തിന്മകളിൽ ഞാൻ അങ്ങേയറ്റം ഖേദിച്ചവനാൻ, എനിക്ക് മഗ്ഫിറത്ത് തരണേ എന്ന് ചോദിക്കുന്നവരാണ് വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ശഅബാൻ മാസത്തിൽ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നിറയണമെന്നാണ് നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിക്കുന്ന മുഹദ്ദിസീങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ. എന്താ തൂബ? മംഗളം, അഭിവാദ്യങ്ങൾ. ആരാണോ അവൻ്റെ ഏടുകളിൽ നാളെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കണ്ടത്, അവൻക്ക് മംഗളം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു അനുഗ്രഹപൂർണരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ കടാക്ഷിക്കുന്ന ചില പ്രത്യേക നിമിഷങ്ങളെ അവൻ്റെ അടിയാറുകൾക്ക് അല്ലാഹു തയ്യാറാക്കി എന്നുള്ളത് അവൻ്റെ മഹാ അനുഗ്രഹമാണ്, നിഅമത്താണ്. അവൻ്റെ റഹ്മത്ത് കടാക്ഷിക്കുന്ന ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, അതുപോലത്തെ ചില രാവുകളിലൂടെയാണ്, പകലുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ സ്വീകരിക്കുമാറാവട്ടെ. മാപ്പ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഗ്ഫിറത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ ഏറ്റവും വലിയ ഔദാര്യമായി റബ്ബെടുത്ത് പറയുന്നതാണ്. അൽ ഗഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ, യഗ്ഫിറു ദുനൂബ ജമീഅ. ഏതെല്ലാം തരത്തിലാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് വാചാലനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരും ഉൾക്കൊള്ളേണ്ട, മനുഷ്യരും ജീവിതത്തിൽ എടുത്തണിയേണ്ട ഒരു ക്വാളിറ്റിയാണ് ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കണം. ആളുകൾക്ക് വിട്ടുവീഴ്ച മനോഭാവം, ആരോ ചെയ്ത ദ്രോഹങ്ങളെ എപ്പോഴും മനസ്സിൽ പകയും വിദ്വേഷവുമായി വെച്ച് പുലർത്തേണ്ടവനല്ല വിശ്വാസി. ഒരു വിശ്വാസി വിട്ടുവീഴ്ച മനോഭാവമുള്ളവനാണ്.
ആളുകൾക്ക് മാപ്പ് കൊടുക്കാനും പുറത്തു കൊടുക്കാനും ഹൃദയവിശാലത കാണിക്കേണ്ടവനാണ്. തുഅറദുൽ അഅമാലു അലല്ലാഹി സുബ്ഹാനഹു വതആല യൗമൽ ഇത്നൈനി വൽ ഖമീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ദാസന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നുവെന്നാണ്. ഫയഗ്ഫിറു ലികുല്ലി മുസ്ലിമിൻ, മുസ്ലിമായ എല്ലാ ഒരാൾക്കും അള്ളാഹു ആ ദിവസങ്ങളിൽ മഗ്ഫിറത്ത് നൽകുമെന്നാണ്. അള്ളാഹു നൽകട്ടെ. എത്ര തിങ്കളാഴ്ചയും എത്ര വ്യാഴാഴ്ചയും കടന്നുപോയി, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു നിർത്തിയില്ല. റസൂലുള്ള പറഞ്ഞു, ലാ യുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത മുസ്ലിമിനാണ് അള്ളാഹ് മഗ്ഫിറത്ത് കൊടുക്കുക. എന്നിട്ട് റസൂലുള്ള പറയാൻ, ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനൊഴികെ. ഒരു മനുഷ്യൻ മുസ്ലിമാണവൻ, ജീവിതത്തിൽ ശിർക്കില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല, പക്ഷേ അയാൾക്കും അയാളുടെ സഹോദരനും ഇടയിൽ ബൈനഹു വ ബൈന അഖീഹി ശഹനാ, ചില വൈരാഗ്യങ്ങളുണ്ട്. ചില വൈരാഗ്യങ്ങൾ, പക, വിദ്വേഷം, വെറുപ്പ്. ആ ഷഹനായി എന്ന് പറഞ്ഞത് ദീനിന്റെ വിഷയത്തിലല്ല, ആ പണ്ഡിതന്മാർ വിശദീകരിക്കുക. ദീനിന്റെ വിഷയത്തിലുള്ള വൈരാഗ്യവും പകയും അത് അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമാണ്, ദീനിനു വേണ്ടിയാണ്. പക്ഷെ ദുനിയാവിനു വേണ്ടിയാ പലർക്കും. ദുനിയാവിന് വേണ്ടി ശരീഅത്തിന്റെ കാരണമില്ലാതെ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവനാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അവരുടെ രണ്ടുപേരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ, തീരുമാനാക്കാനായിട്ടില്ല, മഗ്ഫിറത്ത് അവർക്ക് നൽകാനായിട്ടില്ല. അൻദിറാ അലൈഹിമ, അവരെ രണ്ടുപേരെയും അവിടെ നിർത്ത്. ഹത്താ യസ്തലിഹ, ഒരു ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി 3 തവണ അത് പറഞ്ഞു. അവിടെ നിർത്തവരെ മലക്കളോട് പറയും, അവരെ നിർത്ത്, അവരുടെ കാര്യം അവിടെ നിർത്ത്. ഹത്താ യസ്തലിഹ, രണ്ടുപേരങ്ങോട്ട് ശരിയാവട്ടെ. ആ പകയും വിദ്വേഷവും പടലപ്പിണക്കങ്ങളും മറന്ന് ഹൃദയവിശാലതയിൽ അവരെന്ന് സലാം പറയുന്നുവോ, അവരെപ്പോൾ സലാം മടക്കുന്നുവോ, മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന തലത്തിലേക്ക് അവർ കടന്നു വരുന്നുവോ, അവരുടെ മഗ്ഫിറത്തിന് അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമെന്നാണ്. ഇസ്തിഗ്ഫാർ അള്ളാഹ് സ്വീകരിക്കും, അവരുടെ കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കും. ഇവിടെ അമലുകൾ ഇങ്ങനെ നിർത്തിയിട്ട് റബ്ബ് പറയേ കൊടുക്കാനായിട്ടില്ല, അത് സ്വീകരിക്കാനായിട്ടില്ല, ആകാശങ്ങളിലേക്ക് ഉയർന്നു പോകാനായിട്ടില്ല. തുഫ്തഹുൽ അബ്വാബു യൗമൽ ഇത്നൈനി വൽ ഖമീസ്, ഒരു ഹദീസിൽ അങ്ങനെയാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിലും ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നുവെന്നാണ് ചില മുഹദ്ദിത്തുകൾ അതിനെ പരിചയപ്പെടുത്തിയത്. സ്വർഗത്തിലേക്ക് കയറിപ്പോകണോ, നമ്മൾ അമൽ അവിടെ എത്തുമ്പോൾ നമുക്കും അങ്ങോട്ട് കയറി ചെല്ലണോ? വിദ്വേഷവും പകയും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും മനസ്സുകളിൽ നിന്ന് എടുത്തു കളയുക, ഹൃദയവിശാലതയിൽ കഴിയുക. അള്ളാഹു നമ്മളെ തിന്മകൾ പുറത്തിരുന്നില്ല. എന്തെല്ലാം അക്രമം നമ്മൾ ചെയ്യുന്നു, അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുന്നവനല്ലേ. എന്തുകൊണ്ട് സഹജീവികളോട്, പ്രിയപ്പെട്ടവരോട്, സഹോദരന്മാരോട് എന്തുകൊണ്ട് ആ ഒരു മനോഭാവത്തെ നമുക്ക് വെച്ചു പുലർത്തിക്കൂടാ? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉപദേശിക്കുകയാണ്. റബ്ബിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ കഴുകിക്കളയട്ടെ. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തിന്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നോമ്പിനാൽ, ഖുർആൻ പാരായണങ്ങളാൽ, ഇസ്തിഗ്ഫാറുകളാൽ ഈ നാളുകളിൽ സജീവരാകാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ കടന്നുപോയ തിന്മകളെ റബ്ബേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ. ഞങ്ങളുടെ രോഗികൾക്ക് റബ്ബേ നീ ശിഫ നൽകണേ, സമാധാനം കൊടുക്കണേ. സാമ്പത്തികമായും ആരോഗ്യപരമായും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹുവെ നിന്റെ സഹായം റബ്ബേ നീ അവർക്ക് നൽകണേ. അള്ളാഹുവെ ഞങ്ങളുടെ പോരായ്മകളെയും ഞങ്ങളുടെ കുറ്റങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും തിരിച്ചറിയാനും അതിനെ നികത്താനും പാകത്തിലുള്ള അറിവ് റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. നൽകിയ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യുമാറാവണേ. അല്ലാഹുമ്മ ജഅൽനാ ബിക മുഅ്മിനീൻ വലക ആബിദീൻ വലിശഅബാന മുസ്തസ്മിരീൻ വഅൻ ഗൈരിനാ ഗാഫിലീൻ വബിഅഫ്വിക ഫായിസീൻ വബിവാലിദീനാ ബാരീൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇഹ്ഫൾ ദൗലത്തൽ ഇമാറാത്ത് ബിഹിഫ്ളിക وتولها برعايتك وحتها بعنايتك وأدم تلاحمها وتراحمها واستقرارها وازدهارها وقها حسد الحاسدين ومكر الماكرين وعدوان المعتدين وشر الأعداء الحاقدين يا رب العالمين. اللهم احفظ بحفظك صاحب الحكمة والشهامة والأيادي البيضاء الكريمة الشيخ محمد بن زايد رئيس الدولة، وأدم عليه التوفيق والسداد والإعانة، ووفقه ونوابه ولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى.
اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.